ഈ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ ട്രിഗണോമെട്രിക് റേഷ്യോസ് സൈൻ എ, സി കെ ആൻഡ് ടാൻ എ ഇൻ ടേംസ് ഓഫ് കോട്ട് എ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? സൈൻ എ, സി കെ, ടാൻ എ ഇതിനെല്ലാത്തിനെയും കോട്ട് എയുടെ ടേമിലോട്ട് ആക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്താലോ. കോട്ട് എന തൽക്കാലത്തേക്ക് എക്സ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്തോട്ടെ. കോട്ട് എനെ ഞാൻ കുറച്ച് നേരത്തേക്ക് എക്സ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോട്ട് എക്സ് ആവുന്ന രീതിയിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. നല്ല മെത്തേഡാണിത്. ആരെ ടേമിലാണോ ആക്കേണ്ടത് ആ ടേമിനെ നമ്മൾ എക്സ് എന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് കോട്ട് എ എക്സ് ആവുന്ന രീതിയിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണം. ഈ ആംഗിൾ എ ആയിക്കോട്ടെ. കോട്ട് എ എക്സ് ആവണമെങ്കിൽ സൈഡ് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാമോ? അപ്പോൾ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ. കോട്ട് എ എക്സ് ആവുമ്പോൾ ടാൻ എ എന്തായിരിക്കും എന്ന് പറയാമോ? കോട്ടിൻ്റെ റെസിപ്രോക്കലാണ് ടാന്. പഠിച്ചിട്ടില്ലേ? കോട്ടിൻ്റെ റെസിപ്രോക്കലാണ് ടാന് ഓർ ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. കോട്ട് എക്സ് ആണെങ്കിൽ ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x ആയിരിക്കും. റെസിപ്രോക്കൽ അല്ലേ? അപ്പോൾ കോട്ട് എക്സ് ആണെങ്കിൽ ടാൻ എ 1/x ആണല്ലോ. അപ്പോൾ ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പോൾ ടാൻ എ ഈക്വൽ 1/x ആവുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. എയുടെ ഓപ്പോസിറ്റ് സൈഡ് 1 എടുത്തു, അഡ്ജസൻറ്റ് സൈഡ് എക്സ് എടുത്തു. ഇപ്പോൾ വായിച്ചു നോക്കിയേ. ടാൻ എ ഈക്വൽ 1/x ആയില്ലേ? ഇപ്പോൾ ശരിയാണല്ലോ. ടാൻ എ ഈക്വൽ 1/x ആയിട്ടുണ്ട്. ഓർ കോട്ട് ഈക്വൽ എക്സ് ആയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും? പൈതഗോറസ് തിയറം പ്രകാരം ഹൈപ്പോട്ടന്യൂസ് അറിയാലോ. ഇത് രണ്ടും തന്നതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് റൂട്ട് ഓഫ് 1² പ്ലസ് എക്സ് സ്ക്വയർ വരും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് കാണണമെങ്കിൽ അങ്ങനെയാണ്. പൈതഗോറസ് തിയറം പ്രകാരം റൂട്ട് ഓഫ് 1² പ്ലസ് എക്സ് സ്ക്വയർ. 1² 1 ആണ്, പ്ലസ് എക്സ് സ്ക്വയർ. എഴുതിയത് ശരിയല്ലോ. അപ്പോൾ കോട്ട് ഈക്വൽ എക്സ് ആവുന്ന രീതിയിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു. എല്ലാ സൈഡും ഓക്കെയാണ്. നമുക്ക് സൈൻ എ, സി കെ, ടാൻ എ ഇത് 3 എഴുതണം അല്ലേ? ഈ പിക്ചർ റെഫർ ചെയ്തിട്ട് സൈൻ എ എന്താണെന്ന് പറയാമോ? ഈ പിക്ചർ നോക്കിയിട്ട് സൈൻ എ എന്താണ്? സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ശരിയല്ലേ? അതെ. സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. എക്സ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് എ ആണ്. എക്സിന് പകരം അപ്പോൾ നമുക്ക് കോട്ട് എ എന്ന് എഴുതാമല്ലോ. റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്നാവും. കാരണം എക്സ് കോട്ട് എ ആണല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡിനോട്ടഡ് ബൈ കോട്ട് സ്ക്വയർ എ. ഫസ്റ്റത്തേൻ്റെ ആൻസർ റെഡി ആയിട്ടുണ്ട്. സൈൻ എന കോട്ടിൻ്റെ ടേമിൽ എഴുതിയത് കണ്ടില്ലേ? അപ്പോൾ ശ്രദ്ധിക്കണം, എന്തിൻ്റെ ടേമിലാണോ എഴുതേണ്ടത് നമ്മൾ അതിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുക. അത് പ്രകാരം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. അത് നോക്കിയിട്ട് എഴുതാം. സൈനെ കഴിഞ്ഞാൽ അടുത്തത് സീക്കാണ്. സീക്ക് എങ്ങനെ എഴുതും? സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് കോസ് ആണെന്നറിയാം. സീക്ക് നമ്മൾ അത്ര ഫെമിലിയർ അല്ലല്ലോ. സീക്കിനെ നമുക്ക് 1/cos എന്ന് എഴുതാൻ പറ്റില്ലേ? കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. 1/cos എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്. ശരിയല്ലേ? എന്നിട്ട് എഴുതിക്കോ. ഇവിടെ എഴുതാം. അത് മനസ്സിലായല്ലോ അല്ലേ? കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് വരുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് ആണ് സീക്ക്.
അപ്പോൾ സി കെ എന്ന് പറഞ്ഞാൽ ഹൈപ്പർടെന്യൂസ് √1 + x² ആണ്. ഹൈപ്പർടെന്യൂസ് ബൈ അഡ്ജസൻറ്റ്. അഡ്ജസൻറ്റ് എക്സ് അല്ലേ നോക്കി. ഹെൻസ് സീക്ക് എ ഈസ് ഈക്വൽ ടു √1 + x² x ആണ് സീക്ക് എ. അതിൽ എക്സ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എക്സ് കോട്ട് എ ആണ്. ഇവിടെ എക്സിന് പകരം കോട്ട് എ എഴുതാൻ പോവാണ്. 1 + cot² A ഡിവൈഡഡ് ബൈ താഴെ എക്സിന് പകരം കോട്ട് എ. അപ്പോൾ കോട്ട് കഴിഞ്ഞു, സീക്ക് എ കഴിഞ്ഞു. ഇനി അടുത്ത് ടാൻ എ ആണ്. അതിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ, നമുക്കറിയാം. ടാൻ എ ഒന്നുകൂടി എഴുതാം അല്ലേ. ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിക്ചർ നോക്കിയിട്ട് പറഞ്ഞേ. ടാൻ എ എന്ന് പറഞ്ഞാൽ 1/x അല്ലേ. ശരിക്കും ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, എന്നാലും നേരത്തെ എഴുതിയ അതേ സ്റ്റെപ്പിൽ എഴുതിയതാ. ടാൻ എ ഈക്വൽ ടു 1/x, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. 1/x എന്ന് പറഞ്ഞാൽ കോട്ട് എ ആണ്. ഇവിടെ എക്സിന് പകരം കോട്ട് എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ട് സൈൻ, സീക്ക് ആൻഡ് ടാൻ എല്ലാം നമ്മൾ കോട്ടിൻ്റെ ടേമിൽ എഴുതി. ഇവിടെ ഇത് സൈനിനെ കോട്ടിൻ്റെ ടേമിൽ എഴുതിയതാണ്, സീക്കിനെ കോട്ടിൻ്റെ ടേമിൽ എഴുതി, ടാനിനെയും കോട്ടിൻ്റെ ടേമിൽ എഴുതി. ഓക്കെ.